രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുതുപ്പള്ളിയുടെ പുതുപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് പോയപ്പോഴും വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയശ്രീലാടനായി ഇപ്പോൾ പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ പുതുപ്പള്ളിയിൽ നിന്ന് കാണുന്നത്. ടോബി ജോൺസൺ പുതുപ്പള്ളിയിൽ നിന്നും തത്സമയം ചേരുന്നു. കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരൊക്കെ തന്നെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. പി സി വിഷ്ണുനാഥ് MLA പോലെ നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം പുതുപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ജയിച്ചു. വൻ വിജയം, അതായത് ഒരു റെക്കോർഡ് വിജയത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു. അതിനുശേഷം നേരെ അടുത്ത ദിവസം രാവിലെ തന്നെ പുതുപ്പള്ളിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്തെത്തി അവിടെ മെഴുകുതിരി കത്തിച്ച് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം എത്തിയത് ഇവിടേക്കായിരുന്നു. അതും ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാണ്ടിയുമ്മൻ എത്തിയില്ല എന്ന് പറഞ്ഞ് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ കൃത്യമായ മറുപടി ചാണ്ടിയുമ്മൻ നൽകി. എന്തായാലും ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചാണ്ടിയുമ്മൻ ഇന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം വിദേശത്താണ്, അമേരിക്കയിലാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. എന്തായാലും അദ്ദേഹം പ്രചരണ രംഗത്തൊക്കെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ സാധിക്കും. എന്തായാലും കോട്ടയത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുടനീളമുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാവ് KC ജോസഫ് അടക്കമുള്ളവരുണ്ട്. PC വിഷ്ണുനാഥ് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം ഇവിടേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് കൂടെ PC വിഷ്ണുനാഥ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിജയിച്ചു വരുമ്പോഴും അദ്ദേഹം കൂടെയുണ്ട്. അങ്ങനെ നിരവധി നേതാക്കൾ ഈ പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലുമുള്ള കോട്ടയം DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്തുള്ള കുരിശടിയിൽ അദ്ദേഹം മെഴുകുതിരി കത്തിച്ചു. വലിയൊരു ജനക്കൂട്ടമുണ്ടെന്ന്. ഞായറാഴ്ചയാണ് ഇവിടെ കുർബാന ഉണ്ടായിരുന്നു. പള്ളിയിലെത്തിയ വിശ്വാസികളുണ്ട്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, UDF പ്രവർത്തകരുണ്ട്. ഇവരെല്ലാവരും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കുരിശടിയിൽ മെഴുകുതിരി കത്തിച്ച ശേഷം ഇപ്പോൾ അദ്ദേഹം പോകുന്നത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഏറെ നേരം അല്ലെങ്കിൽ ആ ദിവസങ്ങളിലെല്ലാം സജീവമായി ഇവിടെ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മിന്നുന്ന വിജയത്തിന് ശേഷം പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രാഹുൽ സന്ദർശിക്കുമെന്ന് അറിയുന്നു. PC വിഷ്ണുനാഥിനെ പോലെയുള്ള യുവ നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗമിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ ഉടനെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സന്ദർശനം നടത്തിയിരുന്നു. ടോബി ജോൺസൺ വീണ്ടും ചേരുകയാണ്. ടോബി, ഇത് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരിപാടി എന്താണ്? അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുമോ, അടൂരിലേക്ക്, അതോ പാലക്കാടേക്ക് തിരിച്ചു പോകുമോ? പത്തനംതിട്ടയിലേക്ക് അടൂരിലേക്ക് തന്നെ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് അദ്ദേഹത്തിന് വലിയൊരു സൗഹൃദ ബന്ധമുണ്ട്, പാർട്ടിക്കാരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമുണ്ട്, പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ എല്ലാം തന്നെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ കാണുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം അവരിവിടെ ഇല്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവർ തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ അവിടെ ചെന്നായിരിക്കും ഒരു പക്ഷേ കാണുക. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി രാഹുൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടേക്ക് ജയിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നേരെ പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണവും അതുതന്നെയാണ്. എന്തായാലും ഈ പുതുപ്പള്ളി പള്ളിയുടെ മുന്നിലുള്ള ആ കുരിശടിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു. അതിനുശേഷം വലിയ സ്വീകരണങ്ങൾ, മാലയിട്ടും അതുപോലെ തന്നെ വലിയൊരു സ്വീകരണം, പൂച്ചെണ്ടുകൾ നൽകിയും പ്രവർത്തകർ രാഹുലിനെ സ്വീകരിച്ചു. അതിനുശേഷം ഈ കല്ലറയിലേക്ക് ഇപ്പോൾ നടന്നു നീങ്ങുകയാണ്. അവിടെ പ്രാർത്ഥിച്ച് ശേഷമായിരിക്കും മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ നടത്തുക. എന്തായാലും ഒരു വലിയ വിജയം തന്നെ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നിരവധി പ്രവർത്തകർ കോട്ടയത്തും പുതുപ്പള്ളിയിലും ഉള്ളതുപോലെ തന്നെ ഈ സമീപ ജില്ലകളിൽ നിന്ന് പോലും, പത്തനംതിട്ടയിൽ നിന്നൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആവേശത്തിലാണ് ആളുകളെല്ലാം തന്നെ ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില വിവാദങ്ങൾ, ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രധാന വിവാദമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്താൻ ചാണ്ടിയുമ്മൻ വിമുഖത കാണിച്ചു എന്നൊക്കെ ചില വാർത്തകളൊക്കെ വന്നു. അന്ന് തന്നെ അതിനുശേഷം ചാണ്ടിയുമ്മനൊക്കെ തന്നെ അത് നിഷേധിക്കുകയും തള്ളിപ്പറഞ്ഞ് രാഹുലിനൊപ്പം തന്നെ നിൽക്കുകയും
തുടർന്ന് പ്രചരണത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ അദ്ദേഹം ചാണ്ടിയുമ്മൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതം, അദ്ദേഹത്തിന്റെ എല്ലാ ആശംസകളും അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കല്ലറയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. കല്ലറയിലെത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴും സമാനമായ രീതിയിൽ നേതാക്കളൊക്കെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം കല്ലറയിലേക്ക് അദ്ദേഹം നടന്ന് നീങ്ങുകയാണ്. നടന്നിപ്പോൾ കല്ലറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നു. PC വിശ്വനാഥാണ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളത്. ഒപ്പം തന്നെ KC ജോസഫ് ഉണ്ട്. ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന പ്രവർത്തകരും അനുയായികളും അവർക്കൊപ്പമുള്ള ഈ പുതുപ്പള്ളിയിലുള്ള അദ്ദേഹത്തിന്റെ ആളുകളെല്ലാം അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥന നടത്തും. കാര്യം ഉമ്മൻചാണ്ടി പോലൊരു നേതാവിൻ്റെ അദൃശ്യ സാന്നിധ്യം തനിക്കുണ്ട് എന്ന ചിന്തയിലാണ് അദ്ദേഹം ഈ കല്ലറയിൽ പുഷ്പഹാരം സമർപ്പിക്കുന്നത്. വളരെ ഒരുപക്ഷെ ഒരുപാട് കാലം കേരള രാഷ്ട്രീയ രംഗത്ത് ഒരു നക്ഷത്രമായി മിന്നി നിന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ കല്ലറയ്ക്ക് മുമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രാർത്ഥന. ചെറിയ വഴി തന്നെ മാങ്കൂട്ടത്തിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിലെത്തി പ്രാർത്ഥന നടത്തി. ഇനിയിപ്പം കല്ലറയെ പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങാണ് നടക്കാനുള്ളത്. ഒരുപാട് ആൾക്കാർ ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സന്ദർശിക്കൊണ്ടാണോ എന്നറിയില്ല. നമ്മുടെ ടോബി ജോൺസൺ പുതുപ്പള്ളിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കുറേ അധികം ആളുകൾ ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട്. കുറേ അധികം കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. PC വിശ്വനാഥ് MLA പോലെ കോൺഗ്രസ് നേതാക്കളും KC ജോസഫും ഒക്കെ അവിടെ ഇന്ന് എത്തിയിട്ടുണ്ടെന്നാണ് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. പ്രാർത്ഥന നിർഭരമായ മനസ്സോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കല്ലറയ്ക്ക് സമീപം നിൽക്കുന്നത്. ഒരുപാട് ചെറുപ്പക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഭരണതന്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവുമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന പുതുപ്പള്ളിയിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഒരുപാട് ആളുകളുടെ പിന്തുണയൊക്കെ ലഭിക്കാനൊക്കെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുള്ള താല്പര്യമൊക്കെ കാരണമായിട്ടുണ്ടാകും പാലക്കാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടോബി ജോൺസൺ വീണ്ടും ചേരുന്നു. ടോബി, ഇത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? നല്ല തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ കല്ലറയെ പ്രദക്ഷിണം വയ്ക്കാനും വലം വയ്ക്കാനും കഴിയാത്ത രീതിയിൽ ജനക്കൂട്ടം അവിടെയുണ്ട്. ടോബി ജോൺസൺ ചേരും. ടോബി, അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമോ? എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മളും കാത്തു നിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു കൂടുതൽ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷമായി തന്നെ അദ്ദേഹം ഇതിനെ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാവുന്നതുപോലെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു പ്രമുഖനായ നേതാവിന്റെ ആ ഒരു കാലടികൾ പിന്തുടർന്നാണ് ഇവരെ പോലെയുള്ള യുവ നേതാക്കൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്ന് അദ്ദേഹം തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം, അതും ഒരു ചരിത്ര വിജയം നേടാൻ സാധിക്കുക എന്നുള്ളത്, പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ഒരു വലിയ വിജയം നേടുക എന്നുള്ളത് തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടം തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ നേട്ടം തന്നെയാണ്. ഒപ്പം തന്നെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സ്ഥാനാർത്ഥി ടോബി ജോൺസൺ.